ഒരു വൈറസ് പടർന്നു പിടിച്ചിരിക്കുകയാണ്. വൈറസ് ബാധയേറ്റയാൾ 48 മണിക്കൂറിനുള്ളിൽ സോംബിയായി മാറപ്പെടും. അത്തരത്തിൽ ഭീമാകാരമായ അവസ്ഥ സാധ്യതനായ വ്യക്തിയിൽ നിന്നും കടികൊണ്ട് കെയെ കാണുകയാണ്. അവളുടെ ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിരുന്നു. കെ ആത്മഹത്യ ചെയ്യുവാനായി തുനിയുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന ആന്റിയുടെ വാക്ക് കേട്ട് അവൾ ആ ശ്രമം ഉപേക്ഷിക്കുകയും അത്തരത്തിൽ അവർ പുറപ്പെടുകയും ചെയ്യുന്നു. യാത്രാമധ്യേ ഒടുവിൽ ഒരാളെ കണ്ട് ആന്റി വണ്ടി വെട്ടിക്കുകയും അവർ വലിയൊരു അപകടത്തിൽ പെടുകയും ചെയ്തു. അപകടത്തിൽ കെയുടെ വയറ്റിലേക്ക് വലിയൊരു മരത്തിന്റെ ശിഖരം കുത്തിയിറക്കപ്പെട്ടിരുന്നു. കനത്ത ആഘാതം കൊണ്ട് ആന്റി ബോധരഹിതനാവുകയും ചെയ്തു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ബോധം തെളിഞ്ഞ ആന്റി കണ്ടത് തന്റെ രക്തം കൊണ്ട് കാർ ഡോറിൽ തങ്ങളുടെ മകളെ രക്ഷിക്കുവാനായി എഴുതി വെച്ച് പൂർണ്ണമായും സോംബി അവസ്ഥയിലേക്ക് മാറിയേക്കാൻ ആന്റി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ആ ഡോർ എളുപ്പത്തിൽ അവനെ ആക്രമിക്കുകയും അവന്റെ കയ്യിൽ കടിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ആന്റി ആ വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തിറങ്ങുകയും പുറകിലെ സീറ്റിലുണ്ടായിരുന്ന തന്റെ മകളെ രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് കെയുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലും. കടിയേറ്റ കാര്യം തിരിച്ചറിഞ്ഞ് അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന 48 മണിക്കൂർ കൗണ്ട് ഡൗൺ കാണിക്കുന്ന ബാൻഡ് എടുത്ത് തന്റെ സ്വന്തം മകളെ എങ്ങനെയും രക്ഷിച്ചേ തീരൂ. അതിന് സോംബില്ലാത്ത ആരുടെയെങ്കിലും അടുക്കൽ തന്റെ മകളെ കൊണ്ടെത്തിക്കണം. അയാൾ അവിടെ നിന്ന് യാന്നു. കനത്ത വെയിൽ അവനെ തളർത്തുവാനായി നോക്കിയെങ്കിലും അതിലൊന്നും തളരാതെ തന്റെ അച്ഛന് സമീപം എത്തിയപ്പോൾ അവിടെ കിടന്നിരുന്ന ഒരു വണ്ടി കാണുകയും അതെടുക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ താഴെ ഗ്യാസ് സിലിണ്ടറുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു മനുഷ്യൻ അവനെ വിളിക്കുകയും അവനെ ആക്രമിക്കുവാനായി വന്ന ഒരു സോംബിയെ വെടിയുതിർത്തു കൊന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വിക്ക് എന്ന ആ മനുഷ്യനെ പെട്ടുപോയ കെണിയിൽ നിന്നും ആന്റി രക്ഷപ്പെടുത്തുകയും തുടർന്ന് അയാളുടെ ഒപ്പം അയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അവിടെ വെച്ച് ആന്റി ലൊറൈൻ എന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. ലൊറൈൻ വിക്കിന്റെ ഭാര്യയാണെന്ന് ആന്റി കരുതി. തുടർന്ന് തന്റെ മകളെ ലൊറൈനെ ഏൽപ്പിച്ച് വിക്കിന്റെ ക്ഷണപ്രകാരം അയാളുടെ ഒപ്പം അദ്ദേഹം നിർദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് ആന്റി പോയി. അവനെ നടുക്കുന്ന കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആരോഗ്യവാന്മാരായ മനുഷ്യരെ ഇരയായി കൂട്ടിലടച്ച് സോംബികളെ അതിലേക്ക് ആകർഷിപ്പിച്ച് അവരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു വിക്കിന്റെ രീതി. അവിടെ വെച്ച് കൂട്ടിനകത്ത് അടയ്ക്കപ്പെട്ട നിലയിൽ ആന്റി തൂമിയെയും കാണുകയാണ്. അത് ആന്റി അവന്റെ വീട്ടിൽ പോയത്. തന്റെ മകൾ സുരക്ഷിത സ്ഥാനത്തെത്തി എന്ന് തോന്നിയ ആന്റി അന്ന് രാത്രിയിൽ തന്റെ അസുഖം മൂർച്ഛിക്കുന്നത് മനസ്സിലാക്കി ആത്മഹത്യ ചെയ്യുവാനായി തീരുമാനിച്ചു. അവൻ ആത്മഹത്യ ചെയ്യുവാനായി ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വന്ന ലൊറൈൻ, എനിക്ക് താങ്കൾ ഇൻഫെക്റ്റഡ് ആണെന്നറിയാമെന്നും പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മകളെ ഏൽപ്പിച്ചാൽ അവൾ എത്ര കണ്ട് സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് പറയുവാൻ കൊള്ളാമെന്നും അവൻ ഉറപ്പു കൊടുക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വന്നെത്തിയ വിക് ഈ കാഴ്ച കാണുകയും ആന്റിയെ ആക്രമിച്ച് അവന്റെ ബോധം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ബോധം വരുമ്പോൾ ആന്റി തൂമിക്കൊപ്പം ആ ഇരുമ്പ് കൂടിനകത്തായിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കൂടിന്റെ ഡോറ് തുറക്കുവാൻ അവന് സാധ്യമായി പുറത്തു കടക്കുകയും ചെയ്തു. അവിടെ നിന്നും വീട്ടിലേക്ക് ചെന്ന് ലൊറൈനും തന്റെ മകളുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വിക്ക് അങ്ങോട്ടേക്ക് വരികയും അവർക്കു നേരെ വെടിയുതിർക്കാൻ തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് വട്ടം കയറി നിന്ന ലൊറൈനെ അയാൾ വെടിവെച്ച് വീഴ്ത്തുകയാണ്. ലൊറൈൻ മരണപ്പെടുന്നു. വിക്ക് അവരെ പിന്തുടർന്ന് വരുന്നുണ്ടെങ്കിലും ഒരു കുഴിക്കുള്ളിൽ ഒളിച്ചിരുന്ന് രാത്രി മുഴുവൻ അവർ കഴിച്ചുകൂട്ടുന്നു. പിറ്റേന്ന് രാവിലെ അവർ തങ്ങളുടെ യാത്ര തുടരുകയാണ്. തൂമി തന്റെ അച്ഛനെ അന്വേഷിച്ച് കാടിനകത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ടെങ്കിലും ഒരു മരത്തിന് മുകളിൽ അടക്കം ചെയ്ത നിലയിൽ തന്റെ അച്ഛന്റെ ശരീരമാണ് അവന് കാണുവാനായി സാധിച്ചത്. അവൻ എത്തുന്നതിന് മുമ്പേ അവന്റെ അമ്മയടങ്ങുന്ന ആദിവാസി പോരാളികൾ സോംബിയായ അവന്റെ അച്ഛനെ വധിച്ച് അവരുടെ ആചാരപ്രകാരം മരത്തിനു മുകളിൽ അടക്കം ചെയ്തിരുന്നു. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ആന്റി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരുപാട് നേരം വൈകിപ്പോയതിനാലാണ് അവർ തന്റെ അച്ഛനെ കണ്ടെത്തിയതെന്നും കൊലപ്പെടുത്തിയതെന്നും വിഷമിച്ചിരുന്ന തൂമി ആന്റിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആന്റി അവിടെ നിന്നും തൂമിയെ വിട്ട് യാത്ര തുടരുന്നു. പക്ഷേ അധിക ദൂരം പോകുന്നതിന് മുമ്പേ തന്റെ രോഗം മൂർച്ഛിച്ചു തുടങ്ങിയ ആന്റി കുഴഞ്ഞു വീഴുകയാണ്. അല്പസമയത്തിന് ശേഷം അച്ഛനെ അടക്കം ചെയ്ത മരത്തിന് താഴെ വളരെയധികം വിഷമത്തോടു കൂടി ഇരുന്നിരുന്ന തൂമി റോസിയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു. തന്റെ മയക്കത്തിൽ നിന്നും ബോധം വന്ന് ഉണർന്നെഴുന്നേറ്റ ആന്റി റോസിയെ അന്വേഷിക്കുന്നതിനിടയിൽ റോസിയെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന തൂമിയെ കാണുകയാണ്. തുടർന്നവർ ആന്റി മുമ്പ് റിവർ സൈഡിൽ കണ്ടിരുന്ന ഒരു കുടുംബത്തെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നു. ആ തീരത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അവർ താമസിച്ചിരുന്ന കാരവാൻ അവർ കണ്ടെത്തുന്നുണ്ട്. തൂമി കാരവാനിൽ തുടരുമ്പോൾ ആന്റി ആ കുടുംബത്തിലെ അച്ഛനെ കണ്ടെത്തുവാനും തന്റെ മകളെ സുരക്ഷിതമായി അവരുടെ പക്കൽ ഏൽപ്പിക്കുവാനും വേണ്ടി അവിടെ അന്വേഷിക്കുവാനായി തുടങ്ങുന്നു. ആന്റി ആ മനുഷ്യനെ കണ്ടെത്തുന്നുണ്ടെങ്കിലും അയാൾ
വലിയൊരു കുഴി വെട്ടുന്ന തിരക്കിലായിരുന്നു. അയാളുടെ കഴുത്തിൽ വൈറസ് ബാധയേറ്റ സോംബിയുടെ കടിയേറ്റിരുന്നു. തനിക്ക് ഇനി അധിക സമയമില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ തന്റെ ഭാര്യയെയും മക്കളെയും തന്നെ സ്വയവും കൊന്ന് കുഴിച്ചു മൂടുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ കുഴി നിർമ്മിച്ചിരുന്നത്. തന്റെ ലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം എന്റെ 2 ബുള്ളറ്റ് അവശേഷിക്കുന്ന പിസ്റ്റൾ നിങ്ങൾ എടുക്കണമെന്ന് ആ മനുഷ്യൻ ആന്റിയെ നിർബന്ധിച്ചു. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിലും നിങ്ങളുടെ മകൾക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അയാൾ തന്റെ ആ ലക്ഷ്യം നിറവേറ്റി. തുടർന്ന് അവിടെ നിന്നും കുറച്ചു മാറി 2 ബുള്ളറ്റുള്ള ആ പിസ്റ്റളുമായി മരത്തടിയിൽ വിശ്രമിച്ചിരുന്ന ആന്റി ഇനി എങ്ങോട്ടേക്ക് പോകുമെന്നോ എങ്ങനെ തന്റെ മകളെ സംരക്ഷിക്കുമെന്നോ അറിയാതെ വിഷമിച്ചിരിക്കുന്ന വേളയിൽ തൂമി അങ്ങോട്ടേക്ക് എത്തുകയും നമുക്ക് എന്റെ ആളുകളുടെ അടുക്കലേക്ക് പോയാലോ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. അവർ അവളെ സംരക്ഷിച്ചു കൊള്ളുമെന്നും പറയുന്നു. ഇനി അധിക സമയം ഒന്നും ബാക്കിയില്ലാത്ത ആന്റി അതിന് സമ്മതിക്കുകയാണ്. അവർ അവന്റെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പാലത്തിനപ്പുറമുള്ള മലമുകളിലേക്ക് യാത്ര തിരിക്കുന്നു. യാത്രാമധ്യേ പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ താഴെ സോംബികൾ കൂട്ടം കൂടി ഭക്ഷണം കഴിക്കുന്നതെല്ലാം അവർ കാണുന്നുണ്ട്. താനും ഇങ്ങനെയാവുമല്ലോ എന്ന ചിന്ത ആന്റിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുമുണ്ട്. അവിടെ നിന്നും കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്ന് ഒരു റെയിൽവേ ടണൽ കയറുന്ന നേരം അവരവിടെ അതിനെതിർവശമുണ്ടായിരുന്ന വിക്കിനെ കണ്ടുമുട്ടുകയാണ്. തൂമിയെയും റോസിയെയും ട്രാക്കിനുള്ളിൽ നിർത്തിയിരുന്ന ഒരു വണ്ടിക്കുള്ളിൽ ഒളിപ്പിച്ച് വിക്കിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ആന്റി അവനു നേരെ ഓടിച്ചെല്ലുന്നു. അവർ തമ്മിൽ ആക്രമണം തുടങ്ങുന്നു. പോരാട്ടത്തിനിടയിൽ തന്റെ കയ്യിൽ കിട്ടിയ ഒരു റിവോൾവർ ഉപയോഗിച്ച് വിക്ക് ആന്റിക്കു നേരെ വെടിയുതിർക്കുകയാണ്. ശേഷം മുന്നോട്ടു നീങ്ങി തൂമിയെയും റോസിയെയും കണ്ടെത്തുകയും തൂമിയെ തല്ലി വീഴ്ത്തി റോസിയെയും എടുത്ത് ടണലിനുള്ളിൽ ചാരിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന ആന്റി അവളെ ഒന്നും ചെയ്യരുതെന്നും അവരാരും തന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നും ലൊറൈന്റെ മരണത്തിന് കാരണം തങ്ങൾ ആരുമല്ലെന്നും അവനോട് പറയുന്നു. തന്റെ കൈകൊണ്ട് ലൊറൈനെ കൊന്നതിൽ ഏറെ കുറ്റബോധവും വിഷമവും ഉണ്ടായിരുന്ന വിക്ക് കുറ്റബോധത്തോടെ കരഞ്ഞുകൊണ്ട് റോസിയെ ആന്റിയെ മടക്കി ഏൽപ്പിച്ചു. അവൻ തുമ്മിയെയും താങ്ങിയെടുത്ത് തന്റെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം താൻ സോംബിയാകുവാൻ ഇനി അധിക സമയം അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആന്റി തൂമിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. താനൊരു സോംബിയായി മാറിയാൽ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും തന്റെ മകളെ സംരക്ഷിക്കണമെന്നും തൂമിയുടെ പക്കൽ നിന്നും അവൻ ശപഥം ചെയ്തു വാങ്ങി. അല്പദൂരം കൂടി മുന്നോട്ട് നടന്നതോടെ ആന്റി കുഴഞ്ഞു വീണു. ഒരിക്കലും തന്റെ മകളെയും തൂമിയെയും താൻ ഉപദ്രവിക്കരുതെന്ന് ഉറപ്പുവരുത്തുവാൻ അവൻ കയ്യിൽ കരുതിയിരുന്ന സാധനങ്ങൾ തൂമിയുടെ പക്കൽ നിന്ന് വാങ്ങുകയും സ്വയം 2 കൈകളും ബന്ധിക്കുകയും കടിക്കുവാതിരിക്കുവാനായി വായിൽ കവചം സ്ഥാപിക്കുകയും ചെയ്തു. ശേഷം കാഴ്ചശക്തി പോയ സോംബിയായി അവൻ മാറുവാൻ തുടങ്ങി. മണ്ണുമാന്തി അതിൽ തല കുനിച്ചിരിക്കുന്ന സമയം ആന്റി പറഞ്ഞതുപോലെ ടോമി ബാഗ് എടുത്ത് അവന്റെ പുറത്ത് ചാർത്തുകയും അതിനുള്ളിലേക്ക് റോസിയെ ഇറക്കിയിരുത്തുകയും ചെയ്തു. തുടർന്ന് അവനും സോംബിയായി മാറിയ ആന്റിയുടെ പുറത്ത് കയറിയിരുന്നു. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇറച്ചി കെട്ടിയ ഒരു നീണ്ട കോലുപയോഗിച്ച് സോംബിയായ ആന്റിയെ മുന്നിലേക്ക് നടത്തി അവർ ലക്ഷ്യസ്ഥാനം തേടിക്കൊണ്ടേയിരുന്നു. ഈ സമയം ടോമിയുടെ അമ്മയും മറ്റു ആദിവാസി സുഹൃത്തുക്കളും ചേർന്ന് അങ്ങോട്ടേക്ക് പെട്ടിരുന്ന സോംബികളെ ഒന്നടങ്കം കൊലപ്പെടുത്തുകയായിരുന്നു. ദീർഘനേരം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവർ ആ സോംബികളെല്ലാം വകവരുത്തി തിരിച്ചു നടക്കുവാൻ തുടങ്ങുന്ന വേളയിൽ പെട്ടെന്ന് തൂമിയുടെ അമ്മ കിളികരച്ചിൽ പോലുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങോട്ടേക്ക് അവർ നടന്നടക്കുകയായിരുന്നു. സോംബിയായി മാറിയ ആന്റിയുടെ പുറത്ത് സുരക്ഷിതമായി ദീർഘദൂരം യാത്ര ചെയ്ത് അവർ സുരക്ഷിതമായ കൈകളിൽ അവിടെ വെച്ച് എത്തിച്ചേർന്നു. തൂമിയെയും റോസിയെയും അവർ ആന്റിയുടെ പുറത്തു നിന്ന് മോചിപ്പിച്ചു. ഈ സമയം ആന്റിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച കൂട്ടത്തിൽ ഒരാളെ തൂമി തടയുകയും ബാഗിൽ നിന്നും കെയുടെ ഒരു പെർഫ്യൂം എടുത്ത് ആന്റിക്ക് മുന്നിലേക്ക് സ്പ്രേ ചെയ്ത് റൂഹിയും താനും സുരക്ഷിതമായ സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന് അവന് സിഗ്നൽ കൊടുത്തു. ഒരു നിമിഷ നേരത്തേക്കെങ്കിലും സോംബിയായി മാറിയ ആന്റിയുടെ മുഖത്തു വന്ന മാറ്റം അവനത് മനസ്സിലായെന്ന് സൂചിപ്പിച്ചു. തുടർന്ന് അവനെ ആ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി കൊലപ്പെടുത്താൻ തൂമി മൗന അനുവാദം നൽകി. ദൂരങ്ങൾക്കപ്പുറം ഒരു മലയുടെ പിന്നിൽ ഗോത്രം പോലെ താമസിച്ചു വന്നിരുന്ന ഒരു കൂട്ടം അഭയാർത്ഥികളുടെ അടുത്തേക്ക് അവരെല്ലാവരും വന്നെത്തി. അവർ റോസിയെയും തൂമിയെയും വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. എല്ലാവരും ചേർന്ന് റോസിയെ കളിപ്പിക്കുന്ന സമയം അവരെല്ലാവരും ആ കാഴ്ച കണ്ടു. റോസിയുടെ വയറ്റിൽ സോംബികളെ അകറ്റുവാൻ വേണ്ടി മനുഷ്യഗന്ധം മറയ്ക്കുവാൻ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം പെയിന്റ് കൊണ്ട് ഇപ്രകാരം എഴുതിയിരുന്നു: